ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നൊരു സ്ഥലം ഒരുപാട് പേർക്ക് സുപരിചിതമായിരിക്കും. എന്നാൽ ഇതേ വണ്ടിപ്പെരിയാറിൻ്റെ അടുത്ത് തന്നെ ഡൈമോക്ക് എന്ന് പറയുന്ന സ്ഥലം എത്ര പേർക്കറിയാം? എങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ റൂട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, ഇവിടെ വന്നാൽ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പലരും വാഗമണിലേക്കൊക്കെ യാത്ര വരുമ്പോൾ ഇതേപോലത്തെ ഡൈമോക്ക് എന്ന് പറഞ്ഞ കുറേ ഓഫ് ബീറ്റ് സ്ഥലങ്ങളൊക്കെയാണ്, നല്ല വില്ലേജൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനപരമായ ക്രൗഡൊന്നും ഇല്ലാത്ത നല്ല റോഡും അധികം വണ്ടികളൊന്നും ഓവർടേക്ക് ചെയ്യാതെ ഹോണടിക്കാതെ ഇങ്ങനെ നല്ല സുഖസുന്ദരമായിട്ട് നല്ല വ്യൂവും കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്. ആദ്യം തന്നെ വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്ന് വാളാടി എന്ന് പറഞ്ഞൊരു റൂട്ടുണ്ട്. അത് ഇതുപോലെ വണ്ടിപ്പെരിയാർ എന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്കുള്ള റൂട്ട് കാണാം. ആ റൂട്ട് കയറി ഉടനെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു റോഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ സൈൻ ബോർഡ് കാണാം, ചപ്പാത്ത് ആനവിലാസം എന്നുള്ള റോഡൊക്കെ സ്ട്രെയിറ്റ് പോയാൽ എത്തുന്നുള്ളത്. ആ വഴി തന്നെ നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. പോകുമ്പോൾ ഇതേപോലത്തെ ചെറിയ രീതിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ മോർണിംഗിൽ തന്നെ വരികയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സിൽ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് തേയിലത്തോട്ടത്തിൻ്റെ കുറച്ച് ഭംഗികളായിരിക്കും പിന്നെ അങ്ങോട്ട് ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ റൂട്ട് വഴി വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം കുറച്ച് നേരത്തേക്ക്. വാളാടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഹാരിസൺ മലയാളം എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു എസ്റ്റേറ്റാണ്. ശരിക്കും ഈ റൂട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ കാണുന്ന വിഷ്വലിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറായിരിക്കും നമുക്ക് മുമ്പിലുണ്ടാവുന്നത്. വാഗമണിൽ വന്നു കഴിഞ്ഞാൽ ഏലപ്പാറ റൂട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടിക്കാനം പുള്ളിക്കാനം റൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് തേയിലത്തോട്ടുണ്ടെങ്കിലും കൂടെ ഇതുപോലെ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇത്ര നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂട്ടിൻ്റെ ആ ഒരു പോസിറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭഗതിയമ്മ എന്ന് പറഞ്ഞ അമ്പലം നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ പറ്റും. അമ്പലം കഴിഞ്ഞ ഉടനെ ഇതേപോലെ സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും, ചപ്പാത്ത് ചെങ്കര ആനവിലാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്ട്രെയിറ്റ് ഇതേപോലെ ആ ഒരു കുഞ്ഞ് റോട്ടിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഡൈമോക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്. ചെറിയ റോട്ടിലേക്ക് കയറിക്കഴിഞ്ഞാലും കാഴ്ചകൾക്ക് ഒരു കുറവും തന്നെ ഇല്ല. ആ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് ഓരോ അരമണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് ബസ് റൂട്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് പ്രൈവറ്റ് ബസ്സായിട്ടും KSRTC ആയിട്ടും രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ കണ്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരു ബസ് റൂട്ട് വരുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ ഡൈമോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല നാടൻ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു ലാറ്റിൻ ചർച്ച് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു റേഷൻ കട കാണാം. ആ റേഷൻ കടയോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ക്യാൻറ്റീനും കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു കുഞ്ഞി കട ആയതുകൊണ്ടും ഇവിടുത്തെ നാട്ടുകാരെ ഒന്ന് പരിചയപ്പെടാനുള്ള രീതിയിലും ഞങ്ങൾ ആ കടയിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ചായയും നല്ല ചൂട് പൊറോട്ടയും സാമ്പാറും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരിക്കും നമുക്ക് ഈ കടയിൽ കിട്ടുന്നത്. ഈ കട രാവിലെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും ഇവിടുന്ന് ഭക്ഷണം കിട്ടില്ല. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ളൊരു എസ്റ്റേറ്റാണ് ഡൈമോക്ക്. 1909 ഇവിടെ വന്ന് തേയില എസ്റ്റേറ്റ് സ്ഥാപിച്ച ഒരു ബ്രിട്ടീഷ് പ്ലാനർ ഉണ്ട്. ആളുടെ പേര് ജാക്ക് എന്നാണ്.
ആ അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ് ഡൈമോക്ക്. അങ്ങനെയാണ് ഈ സ്ഥലം ഡൈമോക്ക് എന്നറിയപ്പെടുന്നത്. ജാക്കിൻ്റെ മറ്റു കുടുംബക്കാരും ഇതേ സമയത്ത് തന്നെ പീരുമേട് വേറെ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ എസ്റ്റേറ്റ് തുടങ്ങിയിരുന്നു. ആഷ്ലി, സെമിനി വാലി, സ്റ്റാഗ് ബ്രൂക്ക് എന്ന പേരിലായിരുന്നു അവരുടെ റിലേറ്റീവ്സ് തുടങ്ങിയ എസ്റ്റേറ്റിൻ്റെ അന്നത്തെ പേര്. ഒടുവിൽ 1924 എസ്റ്റേറ്റ് വിറ്റതിന് ശേഷം ഈ ജാക്ക് എന്ന് പറയുന്ന ആൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഈ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷനാണ്. അപ്പോൾ ഇത്ര നേരം നിന്ന ഡൈമോക്കിൽ നിന്ന് ഇതുപോലത്തെ ഒരു റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് ആനക്കുഴി എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്തുന്നത്. അതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ കാണാൻ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ റോഡ് ഇത്തിരി മോശമായതുകൊണ്ടും ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് കയറിയില്ല, തിരിച്ചവിടെ നിന്ന് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നല്ലൊരു കാഴ്ചകൾ ഒരുപാട് തന്ന ഒരു ഗ്രാമമായിരുന്നു ഡൈമോക്ക്. അപ്പോൾ ഇത്തരം കാഴ്ചകളും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡൈമോക്കിൽ വരുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ വീഡിയോ കുറേ പേർക്ക് ഇൻഫോർമേറ്റീവ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നിങ്ങളൊരു വാഗമൺ ട്രിപ്പിലോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഡൈമോക്ക് എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി ഒരു അരമണിക്കൂർ സമയം ചിലവഴിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് നല്ല കാഴ്ചകളാണ്.